ഓഡിബിൾ അല്ലേ? ബി മാജിക്കിന്റെ ഫൗണ്ടേഴ്സിന് ആദ്യം സ്മരിച്ചും കൊണ്ട് ഞാൻ തുടങ്ങിയത്. കാരണം ഇങ്ങനൊരു വേദിയാണ് നമ്മളെല്ലാവരും നമ്മളിലെ കഴിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ച ഒരു വേദിയാണ്. 3-4 കൊല്ലമായി ഞാനിതിൽ സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഗുണം അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവ് തന്നത് ഈ കൂട്ടായ്മയാണ്. കേൾക്കാമോ? ആ, ഓക്കെ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി അവസാനം. അപ്പൊ ഞാനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഫൈനാൻസ് ആണ്. ആൾക്കാരെ നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അതിലൊരു സ്വാർത്ഥതയുണ്ട്. നമ്മളെ അറിവും വർദ്ധിക്കൂ, മറ്റുള്ളവർക്ക് അതൊരു വലിയൊരു ഗുണമായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു വന്ന ഫൈനാൻസ് ചിട്ടകള് എൻ്റെ റിട്ടയർമെന്റ് ലൈഫിന്, അതായത് റിട്ടയർമെന്റ് എന്ന് പറയുകയാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പോകുമ്പോൾ അതിനാണ് റിട്ടയർമെന്റ്. അല്ല വീട്ടിലിങ്ങനെ ചാരുകസേലയിൽ കിടക്കലല്ല റിട്ടയർമെന്റ്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മൾ അധ്വാനിക്കാതെ, നമ്മളെ സമയം, നമ്മളെ അധ്വാനം ഇതൊന്നും ഇല്ലാതെ വരുന്ന ഒരു ഇൻകം, അതിന് പാസീവ് ഇൻകം എന്ന് പറയാം. നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മുടെ സമയം ചെലവഴിച്ച് ഉണ്ടാക്കുന്ന വരുമാനത്തിന് ആക്റ്റീവ് ഇൻകമാണ്. ഈ ആക്റ്റീവ് ഇൻകത്തിൽ നമ്മൾ ചെന്നിട്ട് കൈകാര്യം ചെയ്യണം, അപ്പോഴേ നമുക്ക് അതിനുള്ള റിട്ടേൺസ് കിട്ടുകയുള്ളൂ. മറ്റേതിൽ അങ്ങനെയല്ല. പാസീവ് ഇൻകത്തിൽ നമ്മൾ ചെല്ലണ്ട, നമ്മൾ കിടന്നുറങ്ങിയാലും നമ്മളെ പൈസ പണിയെടുത്തുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ മേലെ ഒരു ഇതില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഏത് കമ്പനിയിലാണോ, മ്യൂച്വൽ ഫണ്ടിലാണോ, അല്ലെങ്കിൽ വേറെ FD ആണോ. ഇപ്പൊ FD-ലിട്ടാർക്കും ഒരു അധ്വാനം ഇല്ലല്ലോ. അതിനാണ് പാസീവ് ഇൻകം. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഏറ്റവും വളരെ ലളിതമായിട്ടും വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയപ്പെട്ട ഒരു പുസ്തകമാണ് പീറ്റർ ലിഞ്ചിന്റെ ലേൺ ടു ഏൺ, സമ്പാദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വളരെ ലളിതം വെച്ചാൽ വെരി സിമ്പിൾ ഇംഗ്ലീഷാണ്. പക്ഷെ ഇതിന്റെ മലയാളം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഈ പീറ്റർ ലിഞ്ച് എന്ന് പറഞ്ഞ അയാളും ജോൺ ബോത്ത്ഷൈൽഡ്, ഇതാണ് പുസ്തകം. കാണാമോ? ജോൺ ബോത്ത്ഷൈൽഡ് രണ്ടാളും കൂടി എഴുതിയ പുസ്തകമാണെങ്കിൽ ജോൺ ബോത്ത്ഷൈൽഡിന്റെ അക്കൗണ്ടിങ് വിദഗ്ധനാണ്. പീറ്റർ ലിഞ്ച് സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. പീറ്റർ ലിഞ്ച് ഫിഡിലിറ്റി എന്ന് പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ടില് 35 വർഷം അതിന്റെ ഫണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. ഓരോ വർഷവും 29% റിട്ടേൺ അതിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സിന് നൽകിയ ഒരു കമ്പനിയാണ് ഫിഡിലിറ്റി. 29% എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അസാധ്യമാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് എപ്പോഴും മിനിമം ഒരു 10, 13, കവിഞ്ഞാൽ 30 വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് പണിയാണ്, നല്ലൊരു നോളജ് വേണം. അപ്പൊ അദ്ദേഹത്തിൽ പണത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞു. എന്താണ് പൈസ, പവർ ഓഫ് മണി. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ 1000 റുപ്യ, ഇന്നിപ്പോ നമ്മൾ ഒരു 1000 റുപ്യ ചെലവഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ആ പൈസ ചെലവ് ആവശ്യത്തിൽപ്പെടുവോ, അത്യാവശ്യത്തിൽപ്പെടുവോ, അനാവശ്യത്തിൽപ്പെടുവോ. ഓരോ ചെലവ് ചെയ്യുമ്പോൾ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഇതെനിക്ക് ആവശ്യമാണോ, ഇതിപ്പോ അത്യാവശ്യമാണോ, അല്ല ഇത് അനാവശ്യമല്ലേ, ഇത് മറ്റാളടുത്ത് സാധനം കണ്ടിട്ട് ഞാൻ വാങ്ങിയല്ലേ, എനിക്കിപ്പോ എൻ്റെ കയ്യിലുള്ള ഈ ഉപകരണം, ഇപ്പൊ മൊബൈലൊക്കെ പറയണം, അടുത്തുണ്ട് ഒരു മൊബൈൽ അപ്ഡേറ്റ് ചെയ്താൽ എനിക്ക് അത് തന്നെ വാങ്ങണം. എൻ്റെ മൊബൈലിനെ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അതിലാണ് ഒരു സാധനം വാങ്ങുമ്പോൾ ഈ 3 കാറ്റഗറൈസ് ചെയ്യണം. ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ, എന്നിട്ട് ചെലവഴിക്കണം. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 1000 റുപ്യ നമ്മളിപ്പോ ഇന്ന് ചെലവഴിക്കുന്ന ഈ 1000 റുപ്യ നമ്മളൊരു 24% റിട്ടേൺ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ ആ 1000 റുപ്യ ഒരു 20 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ചുരുങ്ങിയത്
മാസം 1000 നിങ്ങൾ ഇട്ടോളി. 24% റിട്ടേൺ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ 20 കൊല്ലം നിങ്ങൾ ഇടുകയാണ്. നിങ്ങൾ ആകെ 2,00,000, 20 കൊല്ലം എന്നാൽ 240 മാസം, 2,40,000 റുപ്യ നിങ്ങൾ ഇടുന്നുള്ളൂ. പക്ഷെ അത് വരുന്നത് ഒരു 19, 20, 30 ലക്ഷം റുപ്യ ആയിട്ടാണ്. അപ്പൊ ആ പണത്തിന്റെ വാല്യൂ ആണ് കോമ്പൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ഇത്. അത്ര നമുക്കൊരു ഇത് സേവിങ്സിൽ ഏറ്റവും അധികം വേണ്ടത് ഡിസിപ്ലിൻ. ഇദ്ദേഹം പറഞ്ഞ ഡിസിപ്ലിൻ വേണം, അച്ചടക്കം. നമ്മൾ എന്ത് കാര്യത്തിൽ അച്ചടക്കം വേണം, കൺസിസ്റ്റൻസി വേണം, പേഷ്യൻസ് ആയിരിക്കണം. ഇത് മൂന്നും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടിയൊന്നും ഉണ്ടാക്കിയാൽ വലിയ വിഷമമുള്ള കാര്യമല്ല. ചെറിയ പൈസനെ കൊണ്ട്, ചെറിയ പൈസ. ഇപ്പൊ 1000 റുപ്യന്റെ ഉദാഹരണത്തിൽ 30 ലക്ഷത്തി, അത് നിങ്ങൾ മാസം ഒരു 3000 ഇടുകയാണെങ്കിലോ കോടിയായില്ലേ. 3000 തന്നെ ഡെയിലി 100 റുപ്യ അല്ലേ വരുന്നുള്ളൂ. സാധിക്കുന്ന കാര്യം. ഒരു ഏത് ശമ്പളക്കാരന് 10, 12, 15 റുപ്യ കിട്ടുകയാണെങ്കിൽ അയാളൊരു 30% മാറ്റി വെച്ചിട്ട് ബാക്കി ചെലവഴിക്കുകയാണെങ്കിൽ 10,000 കിട്ടുന്ന ആൾക്ക് 30% തന്നെ 3000 റുപ്യ. ബാക്കി 7,000 കൊണ്ട് ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് അയാൾക്ക് ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ അയാള് ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചിട്ട് നിങ്ങളെ റിട്ടയർമെന്റ് ലൈഫിനെ കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ തുടങ്ങുക. എപ്പോഴാ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു 10 വർഷം മുമ്പ് തുടങ്ങുക, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങാന്ന് അല്ല ചോദിക്കുന്ന. ഇതില് ചോദ്യം ഉണ്ടായാല് നിങ്ങൾ എപ്പോഴാ, ഇപ്പൊ ഒരു 25 വയസ്സുകാരനോട് അയാളാ ചോദിക്കുന്നത്, യങ് യൂത്ത്. അപ്പൊ ഇയാൾ പറഞ്ഞ മറുപടി, താനൊരു 15 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടിയിരുന്നു, അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. അത് കഴിഞ്ഞാലോ എന്ന് വെച്ചപ്പോ അത് കഴിഞ്ഞാൽ ഇന്നാണ്. അപ്പൊ എത്ര നിങ്ങൾ നേരത്തെ തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്, കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്ററാണ് വാറൻ ബഫറ്റ്. നല്ല 90 വയസ്സിന്റെ അടുത്തെത്തി, നല്ല ആരോഗ്യമാണ്. അപ്പൊ അയാൾ 11ാം വയസ്സിൽ ഈ കൊക്കക്കോലന്റെ കുപ്പി മൂടി ഉണ്ടല്ലോ, അതൊക്കെ പെറുക്കിയിട്ടും ന്യൂസ് പേപ്പർ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടും അന്നേ ഏൺ ചെയ്ത പൈസ ഇങ്ങനെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അയാളെ ആസ്തി, അയാൾ ലോകത്തിൽ 5 ടോപ്പ് കോടീശ്വരന്മാരിൽ ഒരാളാണ്. 16.5 കോടി US$ ഇന്നത്തെ അയാളെ ആസ്തി. അതായത് 1300-400 ലക്ഷം കോടി ഉറുപ്പ്യ ആസ്തിയുള്ള ആളാണ്. ഈ പൈസ ഒന്നും മൂപ്പര് വലിയ സ്വന്തമായിട്ട് അങ്ങനെ ഇത് കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ. ഈ 1500 കോടിയിൽ ആകെ 10%, അതായത് 150 കോടി സ്വന്തം ആവശ്യത്തിന് മാറ്റി ബാക്കി കംപ്ലീറ്റ് ചാരിറ്റിക്ക് നീക്കി വെച്ച ഒരു മനുഷ്യനാണ്. ഇത്രയും ലോകത്ത് ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പം കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ അസീം പ്രേംജി, വിപ്രോന്റെ മുതലാളി. വിപ്രോയിലൊക്കെ പറഞ്ഞ് വിപ്രോയിലിപ്പോ ഒരു 80-85 കാലഘട്ടത്തിൽ ഒരു 10,000 റുപ്യ വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്തവന്റെ ഇന്നത്തെ ആസ്തി 400 കോടിയാണ്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമായി കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ്. അസീം പ്രേംജി 2000-2500 കോടി കൊല്ലത്തില് ചാരിറ്റിക്ക് ചെലവാക്കുന്നു. അയാളുടെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കേണ്ട ജീവിതങ്ങൾ. കാരണം പണം ജീവിതത്തിനെ സ്വാധീനിക്കാതെ മെറ്റീരിയലിസം തീരെ ഇല്ല. ഇപ്പോഴും ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് കാറും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സാധനങ്ങളോട് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. സ്കൂളായിട്ടും ഹോസ്പിറ്റലായിട്ടും. അതിപ്പോ ശിവനാടാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് തമിഴ്നാട്ടില്, HCL കമ്പനീന്റെ ചെയർമാനായിരുന്നു. ഇപ്പൊ അയാളെ മകളാണ് അത് കണ്ടുവരുന്നത്. അയാള് ഡെയിലി അയാളെ ചാരിറ്റി കഴിഞ്ഞെല്ലാം നോക്കിയപ്പോൾ 3-3.5 കോടി റുപ്യ ഡെയിലി അയാള് ചാരിറ്റിക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതേമാതിരി ശോഭ ഡെവലപ്പേഴ്സിന്റെ PNC മേനോന് അയാളൊക്കെ 2 വർഷം മുമ്പ് 2000 കോടി അയാളെ ട്രസ്റ്റിലേക്ക് മാറ്റി വെച്ചു. ഇവരൊക്കെ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ നമ്മള്
നമുക്ക് ആവശ്യമില്ലെങ്കിൽ പണം ഉണ്ടാക്കി അത് ഉണ്ടാക്കാൻ അറിയാത്തവനെ സഹായിക്കാൻ ഉപകരിക്കും. പണം ഉണ്ടാക്കല് വലിയ പണിയൊന്നായിട്ട് എനിക്ക് തോന്നില്ല. കാരണം നമ്മളൊന്ന് പഠിക്കണം, ദിവസം പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് ദിവസം നമ്മളെ ആയുധം ഷാർപ്പൻ ചെയ്യണം. പിന്നെ അത് നോളജ് വർദ്ധിപ്പിക്കുക, വായിച്ചിട്ട് അവിടുന്ന് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഏറ്റവും അധികം ചെലവാകുന്ന സാധനം അത് നോക്കേണ്ടത് നിങ്ങൾ അത് ഏത് കമ്പനിയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതേതാ കമ്പനി ഉണ്ടാക്കുന്നത്, ഇത്രയും ആൾക്കാർ വാങ്ങണ്ടേ, ആ കമ്പനിനെ പറ്റി പഠിക്കുക, ആ കമ്പനീന്റെ മാനേജ്മെന്റ് എങ്ങനെയുണ്ട്, അവരെ പ്രോഡക്റ്റുകൾ കണ്ട്. ഇപ്പം എന്തെങ്കിലും ഇപ്പോ എന്നാൽ എല്ലാ കേരളത്തിൽ പേറ്റപ്പോ വി ഗാർഡ്, നിങ്ങളിപ്പോ പോകുമ്പോ വി ഗാർഡിന്റെ ഒക്കെ സാധനം കണ്ട വി ഗാർഡിന്റെ സാധനം ഫാനൊക്കെ നല്ല ചെലവാണല്ലോ. അപ്പൊ വി ഗാർഡ് എന്താണ്, അപ്പൊ വി ഗാർഡിനെ പറ്റി പഠിക്കുക, വി ഗാർഡിന്റെ മാനേജ്മെന്റ് എങ്ങനെയുണ്ട്, വി ഗാർഡിന്റെ കോമ്പറ്റീറ്റർ എങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇതിൽ വായിച്ചിട്ട് മനസ്സിലാക്കിയതാണ്. ഇയാൾ പറഞ്ഞ വേറെ കമ്പനികളാണ്, ജനറൽ ഇലക്ട്രിക്കലാണ്. പക്ഷെ ഞാൻ നമ്മളെ നാട്ടിലെ കമ്പനി വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ ആ കമ്പനീന്റെ മാനേജ്മെന്റ് നന്നായിരിക്കണം, മാനേജ്മെന്റ് നല്ല എത്തിക്സ് ഉള്ള മാനേജ്മെന്റ് ആയിരിക്കണം. കാരണം മുഴുവൻ മൂപ്പര് തന്നെ എടുക്കുക എന്നുള്ള മനസ്ഥിതിയുള്ള മാനേജ്മെന്റിന്റെ ഷെയർ ഹോൾഡർ ആയിട്ട് ഒരു ഫലമില്ല. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ട് ഡിവിഡൻഡും ബോണസും ഒക്കെ നൽകുന്ന കമ്പനിയാണോ? ഇതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഇന്നിപ്പോ വളരെ എളുപ്പമാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നത് 87 ഇത്രയും നമുക്ക് നോളജ് കിട്ടിയിട്ട് ഇൻഫർമേഷൻ ഇല്ല. ഇന്നിപ്പോ ഇൻഫർമേഷൻ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് എന്ത് സംഭവം വേണമെങ്കിലും ഒന്ന് നമ്മളെ വിരൽ തുമ്പിലാണ്, ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് വരും. കമ്പനി കഴിഞ്ഞ 10 വർഷം മുമ്പ് എന്താ ചെയ്തത്, 10 വർഷമായിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ് എന്താണ്, എത്ര ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ബോണസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അതിന്റെ ഹിസ്റ്ററി പഠിക്കാം. അപ്പൊ കമ്പനി നമ്മൾ കണ്ടുപിടിക്കല് നമ്മളെ നോളജാണ്. അത് മാർക്കറ്റിൽ അവൈലബിൾ പ്രോഡക്റ്റ് കാണുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുക, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാ പഠിക്കുക, അതിനനുസരിച്ചിട്ട് നമ്മളെ ഇപ്പം ഏത് വീഗാർഡ് പറഞ്ഞ പോലെ പല കമ്പനിയുണ്ട്. പിന്നെ ഈ IT കമ്പനികളുണ്ട്. അപ്പൊ പേപ്പർ വായിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന കമ്പനിയിൽ ഇന്ന സാധനം ഉണ്ടാക്കുന്നത്, അവരെ സ്ഥിതി എന്താണ്. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് അത് വലിയ ഇന്ത്യയിലൊക്കെ ഒരു 1000 റുപ്യ മാസം, 1000 റുപ്യ 500 റുപ്യന്റെ വരെ മാസം ഇടാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. മിനിമം 1000, 500, 500 നല്ല 1000ന്റെ ഒരു 1000 റുപ്യ തന്നെ ഡെയിലി ഒരു 33 റുപ്യ വരുന്നത്. അതൊരു കുറ്റിയിലാക്കിയിട്ട് വെച്ചിട്ട് എല്ലാ മാസവും 1000 റുപ്യ ഒരു ഫണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തുടരുന്നു. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മൂപ്പര് പറഞ്ഞ് ശ്രദ്ധിക്കാൻ വേണ്ടിയത് പീറ്റർ ലിഞ്ച് പറയുന്നത്, നിങ്ങൾ ഒരു ഗോൾ ഓറിയന്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മളിപ്പോ ഹെൽത്തിൽ നമ്മൾ പറയില്ലേ ഗോൾ സെറ്റ് ചെയ്യണം, എല്ലാത്തിലും ഗോൾ സെറ്റ് ചെയ്യണം. ഫിസിക്കലായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, ബാക്കി നമ്മളെ ഫാമിലി ലെവലിൽ ഗോൾ സെറ്റ് ചെയ്യണം. അതേമാതിരി ഫൈനാൻഷ്യലും ഗോൾ സെറ്റ് ചെയ്യും. ഫൈനാൻഷ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടേം ഗോൾ വെക്കുക, ഷോർട്ട് ടേം വെക്കുക, മിഡ് ടേം വെക്കുക. അതായത് ലോങ് ടേം പോകുമ്പോൾ ഒരാൾ വീടില്ലാത്ത ആൾക്കാണെങ്കിൽ അയാൾക്ക് വീട് ഒരു ലോങ് ടേം ഗോൾ, എനിക്കൊരു 10 വർഷം കൂടെ ഒരു വീട് വേണം. അപ്പൊ അതിനനുസരിച്ച് ലോങ് ടേമിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഫണ്ട് അയാൾ തൊടാൻ പാടില്ല 10 കൊല്ലത്തേക്ക്. അപ്പൊ അതിന്റെ അയാൾ 6 മാസം കൂടുമ്പോൾ അതിന്റെ റിവ്യൂ നോക്കുക, ഞാൻ വിചാരിച്ച മാതിരി തന്നെ റിട്ടേൺ തരുന്നുണ്ടോ. അങ്ങനെയാണ് കൂളായിട്ട്. എനിക്കൊക്കെ ലോങ് ടേം, ഷോർട്ട് ടേം, മിഡ് ടേം എല്ലാം ഉണ്ട്. ഞാൻ ഈ മിഡ് ടേം വെക്കുന്ന എന്താ ചെയ്യണേ, എന്റെ മിഡ് ടേമിന്റെ പൈസ ആകുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ടൂർ പോവുക ഫോറിനിലേക്കൊക്കെ. ആ പൈസ അതിനുള്ളതാ. എനിക്കറിയില്ല മാസം ഒരു 1000 റുപ്യ ഒരു അതിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷെ അത് ഒരു 2 കൊല്ലം ആകുമ്പോൾ അതൊരു വലിയ സംഖ്യയായി വരും. അപ്പൊ ഞാൻ അത് എടുത്തിട്ട് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് എല്ലാം ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ച്, നമുക്കൊക്കെ അറിയാം ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 20 കൊല്ലം 22 കൊല്ലം കഴിഞ്ഞാൽ ഒന്നുകിലുള്ള ഹയർ എഡ്യൂക്കേഷൻ, എല്ലാം ഉള്ള മാരേജ്, ഇതിന് നമ്മൾ സംഖ്യ വരുന്നത്. അത് ഇപ്പോഴേ നമ്മൾ കരുതുകയാണെങ്കിൽ അന്ന് നമ്മൾ മേലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. കൂളായിട്ട് ആ പൈസ എടുത്തിട്ട് ആ പരിപാടി നടത്താൻ പറ്റും. കുട്ടിക്ക് ഇപ്പം
ഇന്നിപ്പം ഒരു കുട്ടീനെ നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, ഓൾ നമ്മൾ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഡോക്ടറൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചിലവ് എത്രയാണെന്ന് കാണുക. ഇന്നിപ്പോൾ ഒരു 50 ലക്ഷം ആണെങ്കിൽ അത് 15 കൊല്ലം കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? അപ്പൊ അതിനനുസരിച്ച് ഇപ്പം തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നമുക്ക് അതിനൊക്കെ ഒരു SIP കാൽക്കുലേറ്റർ, SWP അതൊക്കെ നമ്മൾ ഇതിൽ നോക്കിയാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. SWP കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്കിപ്പോ ഒരു 5 ലക്ഷം റുപ്യ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ ആവശ്യമില്ല. 5 ലക്ഷം റുപ്യൊക്കെ നമ്മൾ ലംസമായിട്ട് ഏതെങ്കിലും ഞാൻ മ്യൂച്വൽ ഫണ്ട് പറയുന്നത് എന്താ വെച്ചാല് ഷെയർ കാണുമ്പോൾ കുറച്ചുകൂടി പഠിക്കണം. മ്യൂച്വൽ ഫണ്ട് ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ്. വലിയ നോളജ് ഒന്നും വേണ്ട, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പൊ അതിലിന്റെ റിട്ടേൺ നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് 10 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് മാസം 10,000 റുപ്യ വിഡ്രോ ചെയ്യണം. അതിനാണ് SWP എന്ന്. STP ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെയാണ് ഇത് ലേൺ ടു ഏൺ തന്നെ ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നത്. ഒന്നാമത് നമുക്ക് ഈ സ്കൂൾ തലത്തിൽ ഒരു വിദ്യാഭ്യാസ ഫൈനാൻസിന്റെ ഒരു ക്ലാസ്സും ഇല്ല. കണക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നല്ലാതെ എന്താ ചെയ്യേണ്ടത്, ഫൈനാൻസ് ഒരു ശമ്പളം ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓന് ജോലിയായി, നാളെ ശമ്പളം കിട്ടിയാൽ ഓൻ അതെന്ത് ചെയ്യണം, എത്ര രൂപ ചെലവാക്കണം, എത്ര രൂപ ഓൻ സേവ് ചെയ്യണം, എത്ര രൂപ ഓൻ്റെ ലക്ഷറിക്ക് ചെലവാക്കണം എന്നൊക്കെ ഉണ്ട്. അതിനൊരു റേഷ്യോ ഉണ്ട്. ഇപ്പൊ ഒരു 50-30-20-30-20-30-50 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. അതായത് 50% നമ്മളെ ആവശ്യങ്ങൾക്ക്, അതായത് ഭക്ഷണം, വസ്ത്രം, വീടില്ലാത്ത ആൾക്കാരുടെ വാടക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുക. 20% നമുക്ക് വേണ്ട ഇടയ്ക്ക് വെറും പൈസ അനുസരിച്ചിട്ട് കെട്ടിപ്പിടിക്കണ്ട, നമുക്ക് സിനിമ കാണാൻ പോകേണ്ടി വരും, ചിലപ്പോൾ ഒരു ഔട്ടിങ് പോകേണ്ടി വരും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ 20%, 30% നമ്മൾ സേവിങ്ങിലേക്ക് മാറ്റി വെക്കുക. അപ്പം ആദ്യം ഇപ്പം നമ്മൾ മലയാളികളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പതിവ് എന്താ, ശമ്പളം കിട്ടിയാൽ കംപ്ലീറ്റ് അങ്ങോട്ട് ചെലവാക്കും, ബാക്കി വല്ലതും മിച്ചം വന്നാൽ അത് സേവ് ചെയ്യും. അതിന് പകരം ആദ്യം ഈ 30% മാറ്റി വെക്കുക, സേവിങ്ങിലെ അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി 70% കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ആൾക്ക് സുഖമായിട്ട് ഇപ്പൊ ഒരു 20-25 വയസ്സുള്ള ഒരു ഒരാൾക്ക് ഒരു 30% മാറ്റി വെക്കുകയാണെങ്കിൽ അയാൾക്ക് 50 വയസ്സാകുമ്പോഴേക്ക് അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇൻകം ഈ ഫണ്ടുകളിൽ നിന്ന് കിട്ടും. അപ്പൊ അയാൾക്കൊരു സ്ഥിരമായിട്ട് ജോലി ചെയ്യണം എന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം. ഇപ്പം അധികം ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുക. നേരെ വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ടാവില്ല, സമയം പോകുന്ന തന്നെ നമ്മൾ അറിയില്ല. നമ്മൾ നമുക്ക് പാഷനുള്ള ഒരു ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലിരുന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല, ദാഹവും അറിയില്ല, ഒന്നും അറിയില്ല. കാരണം ആ കാര്യം തീർക്കണ വരെ നമ്മൾ അതിൽ നേരെ മറിച്ച് ഇഷ്ടപ്പെടാതെ ഒരു ഓഫീസ് ജോലിയൊക്കെ ചെയ്യാൻ ഇങ്ങനെ 5 മണിയായോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ജോലിയിൽ ശ്രദ്ധയില്ല. അതാണ് പറയുന്നത്, പാഷനുള്ള ജോലി നമുക്ക് നമ്മളെ റിട്ടയർമെന്റ് ഈ ജോലിയിൽ നിന്ന് ഇത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെറുപ്പത്തിലേ പഠിച്ചു കഴിഞ്ഞത്. ആ റേഷ്യോ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 20-30-50 ഈ റേഷ്യോ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകും. പണം, കാരണം ആരോഗ്യം ഫിസിക്കലും മെന്റലും ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫലമില്ല. നമ്മൾ ഫൈനാൻഷ്യലും ഹെൽത്തി അല്ലെങ്കിൽ കാര്യം കടാ. അത് പിന്നെ ഫിനാൻഷ്യൽ ഹെൽത്തി അല്ലെങ്കിൽ അത് നമ്മളെ മെന്റലായിട്ടും ബാധിക്കും. മെന്റലായിട്ട് ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളെ ഫിസിക്കലായിട്ടും ബാധിക്കും. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ റേഷ്യോ പ്രകാരം ജീവിക്കാൻ പഠിച്ചാൽ ലേൺ ടു ഏൺ എന്ന പുസ്തകത്തിന്റെ ഏകദേശം ഇതാണ് അതിന്റെ കണ്ടന്റ്. ഈ ഇൻവെസ്റ്റിംഗ് നടിക്കാണ് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല കേട്ടോ. അതൊക്കെ
നമുക്കിങ്ങനെ കേൾക്കും, അത് അയാൾക്കേ കഴിയുള്ളൂ, ഇത് ഇയാൾക്കേ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു വിഷയമല്ല. അത് വലിയ അതിൽ മെയിനായിട്ട് അടിസ്ഥാനപരമായിട്ട് 3 കാര്യമാണ് വേണ്ടത്. ഒന്ന്, ഡിസിപ്ലിൻ ആയിരിക്കണം. നമ്മളൊക്കെ അച്ചടക്കം വേണം. ഇപ്പൊ നമ്മള് ഹെൽത്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ്സ് മിനിമം ഹെൽത്തിന് ചെലവാക്കണം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെലവാക്കണം. ഇന്ന് നടക്കാൻ നമ്മൾ പോയി നാളെ വേറെ ആളെ നടക്കാൻ ഏൽപ്പിച്ചാല് നമ്മളെ ആരോഗ്യം നന്നാവില്ല. നമ്മളെ ആരോഗ്യം നന്നാകണമെങ്കിൽ നമ്മൾ തന്നെ നടക്കണം. അപ്പൊ അതുപോലെ നമുക്ക് അതിൽ ഈ വിഷയത്തിൽ നമുക്ക് അച്ചടക്കം ഉണ്ടായിരിക്കണം, അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു ഗോൾ ഓറിയന്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അത് ആ ആവശ്യത്തിന് ആ പണം എടുക്കും എന്നുള്ള ഒരു ഇത് വെച്ച് അതിനുള്ള അച്ചടക്കവും ഡിസിപ്ലിനും പാലിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുക. നമുക്ക് അംബാനിയൊന്നും ആയില്ലെങ്കിലും നമ്മളെ ആവശ്യങ്ങൾക്കുള്ള ചെലവ് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അതിന്റെ വില എന്താന്ന് നോക്കാതെ വാങ്ങാൻ കഴിയുമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി ഫിറ്റായി. ഒരു പ്രൈസ് ടാഗ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങണം, പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങാനുള്ള കോൺഫിഡൻസും, അവിടാണ് ഫൈനാൻഷ്യലിന്റെ വലിയ ബേസ്. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ വില നമ്മൾ നോക്കാതെ തന്നെ നമ്മൾ വാങ്ങും. എനിക്ക് അത് അത്ര ബില്ലാക്കി കളി എന്ന് പറയും. അതല്ലാത്തവനാണെങ്കിൽ ഇങ്ങനെ നോക്കും, കാരണം അവന്റെ ബഡ്ജറ്റിന്റെ നോക്കും. മറ്റവർക്ക് അതിൽ ഇല്ല, അവന് റെഡിയാണ്, അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അതാണ്. അല്ലാതെ കോടികൾ ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ അംബാനി ഇപ്പൊ എത്രയോ കോടി ഉണ്ടാക്കിയാലോ 4 ചപ്പാത്തിയിൽ ജാസ്തി ഒന്നും അയാൾക്ക് തിന്നാൻ പറ്റില്ല. ഇതൊക്കെ അല്ലേ ഉള്ളു മനുഷ്യന്റെ ബേസിക് നീഡ്സ് അതല്ലേ ഉള്ളൂ. അതിനനുസരിച്ച് പോകാം. ഇതാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും നല്ലത് സാധാരണക്കാരന്. ഞാൻ സത്യത്തിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ ബുക്ക് റിവ്യൂ ആണ് നല്ലതെന്ന് പറഞ്ഞപ്പോ അതിലേക്ക് ഇറങ്ങിയെന്നുള്ളു. നല്ല പുസ്തകമാണ്. ഇംഗ്ലീഷിലാണ് ഇത് ഉള്ളത്, മലയാളം ഉണ്ടോ എനിക്കറിയില്ല. പക്ഷെ സിമ്പിൾ ഇംഗ്ലീഷ് ആട്ടോ, വലിയ കടുകട്ടിയൊന്നും. ഓക്കെ, ഈ വേദിയിൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ അവസരം നൽകിയ ബി മാജിക് ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ആൾ. താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാല് ഒരു ബുക്ക് റിവ്യൂ ആണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ബഷീർ സർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നല്ല രീതിയിൽ സർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിലുള്ള കാര്യങ്ങൾ, ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ സർ അവതരിപ്പിച്ചു. സോ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ബഷീർ സാർ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ആരാണ് ഫസ്റ്റ് മുന്നോട്ട് വരുന്നത്? ജ്ഞാനം ആണെന്ന് തോന്നുന്നു, ഓണാക്കി വെച്ചിട്ടുണ്ട്. ജ്ഞാനം മാം. ഇല്ലേ, ഞാൻ പറയും. സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണ് സർ. അതെ, ഞാന് പൊതുവെ ഈ ബുക്ക് റിവ്യൂ നോവല് ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ സാറൊക്കെ ബുക്ക് റിവ്യൂ വായിക്കാറുണ്ട്. പക്ഷെ ബുക്ക് വായിച്ചിട്ട് അതിൽ ഇന്ന് മനസ്സിലായ സംഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരണം ഉണ്ടാകുക സാധാരണ പതിവ്. പക്ഷെ ബഷീർ സാർ ബുക്ക് റിവ്യൂ വായിക്കുമ്പോൾ ഇതിന് മുമ്പും വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബുക്കില് ഒരു പുസ്തകത്തിൽ എന്താണ് അതിന്റെ കണ്ടന്റ് അത് വിവരിക്കലാണ് ബഷീർ സാർ അല്ലേ. അതായത് ആ പുസ്തകം ഫുള്ള് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ് എന്താണോ അത് പറഞ്ഞു തരില്ല. എന്തായാലും നന്നായി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഒരു 1000 രൂപ ഒരു മാസത്തിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ 2 വർഷം കൊണ്ട് ഏകദേശം അത് ഇത്ര പൈസയാകുന്നു, അതിന്റെ ഗുണം എന്തൊക്കെയുണ്ടെന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പിന്നെ ഇതേപോലെ നമ്മളെ ബി മാജിക്കിന്റെ ഓരോ മെമ്പർമാർക്കും ഒരു 20 മിനിറ്റ് പ്രസന്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. വേണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ അതുപോലെ എല്ലാവർക്കും പ്രസന്റ് ചെയ്യാം. നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം റസാഖ് സർ പറഞ്ഞതാണ് അതിന്റെ ശരി.
ഒരു ബുക്ക് ഫുള്ള് വായിച്ചൊരു ഫീൽ ആയിരിക്കും ബഷീർ സാറ് ബുക്ക് റിവ്യൂ നടത്തുന്ന സമയത്ത് അല്ലേ? ഓക്കെ, ആരാ ഇനി അടുത്തതായി പറയുന്നത്? അഖില മാം. പറഞ്ഞോളൂ, ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞോളൂ. ബഷീർ സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ബഷീർ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയുമെന്നല്ലാണ്ട് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ് ഈ ഇത്തരം ക്ലാസ്സുകൾ മറ്റേ ബഷീർ സാറിന്റെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ആശങ്കകളില്ലാതെ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. നമ്മളിപ്പോ സ്കൂൾ തലത്തിലാണെങ്കിലും ഒരു 7ാം ക്ലാസ് മുതൽ ഇതിനായിട്ടൊരു ചെറിയൊരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ വെക്കുകയാണെങ്കിൽ കുട്ടികളിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ശീലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ പൂർവികര് നമ്മൾക്ക് ചെറിയ ചെറിയ പിന്നെ പാത്രങ്ങളിൽ പൈസ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അത് എന്തിനെങ്കിലും ഉപകരിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കാനോ അങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു തലമുറയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ശീലമുണ്ട്. പക്ഷെ അതാരിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു ATM പോലൊക്കെ ആ ഒരു അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത്. ഈ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഭാവിയിൽ നല്ലൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് SIP പോലെ മ്യൂച്വൽ ഫണ്ട്. എന്തായാലും താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ ഇടയ്ക്കുള്ള ബുക്ക് റിവ്യൂ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ഓക്കെ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സാർ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഇത് എല്ലാം വളരെ വൈകിയോ എന്നൊരു തോന്നലുണ്ട്. എന്നാലും കേൾക്കുമ്പോൾ വീണ്ടും അതിനോട് പ്രത്യാശ കൂടി വരികയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വൈകിട്ടൊന്നും എപ്പോഴും തുടങ്ങാൻ ഇന്ന് തുടങ്ങാം. ഇന്നും നല്ല ടൈമാണ്, ഒരിക്കലും വൈകില്ല. ഓക്കെ, എത്രയും പെട്ടെന്ന് തുടങ്ങുന്നോ അത്രയും നല്ലതല്ലേ ബഷീർ സർ? അതെ. ഓക്കെ, ഹായ് ബഷീർ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതന്നെ എനിക്കും പറയാനുള്ളത്, വൈകി പോയോ എന്നൊരു സംശയം. എപ്പോഴും സാറിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒക്കെ ക്ലാസ് കേൾക്കുമ്പോ തോന്നാറുണ്ട്, എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതന്നെ എനിക്കും തോന്നിയത്, വൈകി പോയോ എന്നുള്ളത്. എന്നാലും സ്റ്റാർട്ടിനാവുന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും സാറിനെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാണ്ട്. അപ്പൊ ഞാൻ ഒന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. മാജിക് മോർണിംഗ്. മണി സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ലേൺ ടു ഏൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ബുക്കിലുള്ള രത്ന ചുരുക്കം ശരിക്ക് ഒരു താലത്തിലാക്കി നമ്മളെ മുമ്പിൽ വെച്ച പോലെയുള്ളത്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. നല്ലൊരു അറിവുകളാണ് ഇന്ന് കിട്ടിയത്. ഒരുപാട് വ്യക്തികളെ അവരെങ്ങനെ ഉയർച്ചയിലേക്ക് എത്തി, അവർക്ക് 2000-3000 കോടി എങ്ങനെ അവർക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പൊ നമ്മളെ ഒന്നാമത് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അത് കൺസിസ്റ്റന്റ് ആയിരിക്കുക, അതിനുള്ള പേഷ്യൻസും ഉണ്ടാകുക, അതിനുള്ള ഒരു ഡിസിപ്ലിനും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ചിട്ടോട് കൂടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഭാവിയിൽ ഒരു 25 കൊല്ലം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് എങ്ങനെ വളരെ പാസീവായിട്ട് ഇൻകം വരാൻ പറ്റും എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിലേക്ക് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്തരം നല്ല ഇത് പീറ്റർ ലിഞ്ചിന്റെ ആ ബുക്കിന്റെ രത്ന ചുരുക്കം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും ഈ ആരോഗ്യപരമായിട്ട് മാനസികമായിട്ട് നമ്മൾ
വളരെ ഫിറ്റ് ആയിരിക്കുന്ന പോലെ തന്നെ ഫിനാൻഷ്യലായിട്ടും കൂടി നമ്മൾ ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരുടെ ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ വിളിക്കുമ്പോ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാവാം, എന്താണെന്നറിയില്ല, തിരക്കില്ലാത്തതുകൊണ്ടാവാം. ലോകത്തിലെ മോർണിംഗ്. ഫൈനാൻസ് പീഠമായ വ്യക്തികളെ പറഞ്ഞു തന്നു. ഉണ്ണികൃഷ്ണൻ സാർ. ഓക്കെ, താങ്ക് യു. ഹലോ പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ബഷീർ സാർ, ഗുഡ് മോർണിംഗ്. മണി നല്ലൊരു ക്ലാസ് ആണ്. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ച് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. സാർ പറഞ്ഞതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമുക്ക് ഇനി അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് നല്ല ലൈഫ് ഫ്രണ്ടിൽ ഉണ്ടെന്ന് കാണാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ നിന്ന് ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തന്നെ ഇതിലൊരു വലിയൊരു കാര്യമാണ്. മറ്റേത് അന്നാമത്തെ ലൈഫ് അന്നാന്ന് കഴിഞ്ഞു പോണു, നാളെ എന്താന്നുള്ളൊരു ചിന്തയില്ല. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നല്ലൊരു സെഷനായിട്ട് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു സച്ചിൻ. ഹലോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ എനിക്കതിൽ പ്രത്യേകം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമുക്ക് പ്രൈസ് ടാഗ് നോക്കാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഒരു ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വലിയൊരു പ്രൈസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ ഒരു ഷർട്ട് കാണുമ്പോൾ അത് നമുക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ അതിന് ഉള്ള പണം ഉണ്ടാവില്ല. ആ ഒരു കൺസെപ്റ്റ് നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാജൻ സർ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ഓക്കെ, പിന്നെ ബഷീർ സാറ്, നമ്മൾ ഈ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 2 വർഷം കൊണ്ട് 24,000 രൂപയല്ലേ ആവണുള്ളൂ? ഞാൻ 20 വർഷം പറഞ്ഞു. ഞാൻ 20 വർഷം തന്നെ 240 മാസം. അങ്ങനെയാണ്. 2,40,40,000 റുപ്യ വന്നു. അതാണ് 19 ലക്ഷമായി വരുന്നത്. ഇത് നിങ്ങൾക്ക് SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൽ അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ നമ്മൾ ആ ഫണ്ട് തെരഞ്ഞു പിടിക്കണം. ഇത്ര റിട്ടേൺ തരുന്ന ഫണ്ട് ഏതാണ് ഉണ്ടാവും. ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാന്? സാറ്, ഞാൻ SBIയിൽ എന്നിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ അവിടെ എൻക്വയറിയിലെ കുട്ടികൾ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവരോട് അവർക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു വലിയ ധാരണ ഇല്ല. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇപ്പൊ ആരും അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ ഒരു ഇത് കേൾക്കാറ് പോലും ഇല്ല ഞാന്. അത് ഏത് ബാങ്കുമായിട്ട് എവിടെയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അത് ബാങ്ക് എപ്പോഴും അവരുടെ അക്കൗണ്ട് ഇതാക്കാനേ നോക്കുള്ളൂ. അവരെ FD വർദ്ധിപ്പിക്കുക, അവരെ SB വർദ്ധിപ്പിക്കുക, അതേ അവര് കസ്റ്റമർക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന്. അത് മ്യൂച്വൽ ഫണ്ടിന്റെ സ്ഥലത്ത് പോയാല് പൊന്നാനിയിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ ഓഫീസ് ഉണ്ടാവും, അവര് പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് കുറെ ആപ്പ് ഉണ്ട്, ഗ്രോ, ജെറോദ എന്നൊക്കെ പറഞ്ഞു, അതിൽ കയറിയാലും കിട്ടും. അത് നമുക്ക് ചെയ്യട്ടോ. ഇപ്പൊ നമ്മളിപ്പോ സൂമിൽ വരുന്ന ആൾക്കാരല്ലേ, അത്യാവശ്യം സൂം ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ, അതേമാതിരി തന്നെ വളരെ സിമ്പിൾ ആണ്. ഗ്രോ എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം നമ്മളെ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാസം അതിനും പോയിക്കോളും ആ അക്കൗണ്ടിലേക്ക് പൈസ. ബാങ്ക് ചെയ്യുന്നുണ്ട്, SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അവരൊക്കെ. പക്ഷെ താല്പര്യം മറ്റതിനോടാ. ഓരോ FD വർദ്ധിപ്പിക്കുക, ഓരോ SB വർദ്ധിപ്പിക്കുക. ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പൊ അവർക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ സാറിനുമായിട്ട് മോനായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറയാം.
അപ്പൊ ഒന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അഗൈൻ താങ്ക് യു സിന്ധു മാം. ബാക്കിയുള്ളവര് ഷൈനി മാം, അതുപോലെ തന്നെ ഷബിന മാം, റോസ്ലിൻ മാം, എന്തെങ്കിലും പറയാനുണ്ടോ? ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ മുണ്ടാതിരിക്കാണ്. ഒക്കെ മുന്നോട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണ്ടേ? വിളിക്കാനുള്ള ഒരു സാഹചര്യം എന്തിനാ കൊടുക്കുന്നത്? സ്റ്റാർട്ടിങ് ടേബിൾ ഒന്നും ഓൽക്കാർക്കും ഉണ്ടാവില്ലേ? ഒരു റോസലീന പഴയ ആൾക്കാരല്ലേ? എന്തെങ്കിലും തിരക്കിലായതുകൊണ്ടാവാം, അല്ലെങ്കിൽ സംസാരിക്കുന്നതാണ് ഇവരൊക്കെ. എന്താ അറിയില്ല, ഇന്നിപ്പോ വിളിച്ചിട്ടും ആരും മിണ്ടുന്നില്ല. ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പം എന്ത് ചെയ്യാം നമുക്ക് എന്നാല് ബഷീർ സർ മൈൻഡപ്പ് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഓക്കെ. ആഡ് ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഫൈൻ. എന്നാ നമുക്ക് മൈൻഡപ്പിലേക്ക് പോവാം. സോ ഇന്ന് നമുക്ക് നല്ലൊരു സെഷൻ തന്നെയാണ്. നമുക്ക് എന്താ പറയാ, ലൈഫില് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും സെഷനായിട്ട് എടുക്കാറുള്ളത്. നമുക്കൊന്നും കൂടിയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോ ബഷീർ സർ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവരും അതിന് അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു സെഷൻ എടുത്ത ബഷീർ സാറിനും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു. Thank you. Thank you all. Thank you very much. Thank you. Thank you. Thank you.